ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് വേറൊരു ഫൊറിയർ സീരീസ്, ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ്, വേറൊരു പീരിയോഡിക് ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവൺ ഫൊറിയർ സീരീസ്, ഗിവൺ പീരിയോഡിക് ഫംഗ്ഷൻ ഇയാളാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -k when if -2 less than x less than 0 and k if 0 less than x less than 2. ഇതാണ് നമ്മുടെ പീരിയോഡിക് ഫംഗ്ഷൻ. പീരീഡ് എന്ന് പറയുന്ന പി ഇവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. പീരീഡ് p is equal to 2l is equal to 4. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും l എന്ന് പറയുന്നത് 2 ആയിരിക്കും. These are all given. k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. k ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെപ്പറ്റി കാര്യമായൊന്നും പറയുന്നില്ല. ഇയാളുടെ പീരിയോഡിക് ഫംഗ്ഷൻ ഫൊറിയർ സീരീസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ വി വിൽ സ്റ്റാർട്ടിങ് വിത്ത് ദ കോൺസ്റ്റന്റ്സ്. ആദ്യം തന്നെ നമുക്ക് എ നോട്ട് എടുക്കാം. എ നോട്ടിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം, എന്താണ്? 1/2l ഇന്റഗ്രൽ -l to l f of x dx ആയിരുന്നു. f of x dx. എല്ലിന്റെ വാല്യൂ 2 ആണെന്ന് നിങ്ങൾക്കറിയാം. ആ വാല്യൂ എടുത്ത് കൊടുക്കുന്നു. എന്താണ്? 1/2 ഇൻറ്റു എൽ എന്താണ്? 2 തന്നെയാണ്. ഇന്റഗ്രൽ -2 to 2 f of x dx. f of x dx അറിയാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാം -2 to 0 f of x - kയും 0 to 2 f of x kയുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 1/4 ഇന്റഗ്രൽ -2 to 0 -2 to 0 f of x ന്റെ വാല്യൂ എന്താണ്? -k dx ആൻഡ് പ്ലസ് പിന്നെ എന്താണ്? ഇന്റഗ്രൽ 0 to 2 ആണ്. 0 to 2 f of x ന്റെ വാല്യൂ എന്താണ്? k. That's it. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ ഇന്റഗ്രേഷനിലേക്ക് പോകുന്നു. നമ്മൾ കെ കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. കെനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കെ പുറത്തേക്ക് വരും, പിന്നെ എക്സ് മാത്രമേ ഉള്ളൂ. -k ഉണ്ട്, എക്സ് മാത്രമേ ഉള്ളൂ. എക്സിന്റെ ലിമിറ്റ് -2 to 0. ആൻഡ് ദെൻ ഇവിടെ കെ പുറത്തേക്ക് വരും, കെ പുറത്തേക്ക് ഇട്ടു, പിന്നെ എക്സിന്റെ ലിമിറ്റ് 0 to 2. 0 to 2. നൗ എന്താണ്? വീണ്ടും which is equal to 1/4 into -k upper limit minus lower limit, upper limit minus lower limit plus k constant into upper limit 2 minus lower limit. കണ്ടല്ലോ? ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. which is equal to 1/4 minus of -2 +2 ആണ്. വീണ്ടും മൈനസ് ഉണ്ട്, therefore -2k. then ഇവിടെ +2k. -2k + 2k 0 ആണ്. അപ്പോൾ a നോട്ടിന്റെ വാല്യൂ 0 ആണ്. കഴിഞ്ഞു. a നോട്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ a നോട്ട് എന്ന് പറയുന്ന നമ്മുടെ സാധാരണ എപ്പോഴും എഴുതുന്ന ആദ്യത്തെ കോൺസ്റ്റന്റ് കിട്ടി. ഓക്കെ, now we will go to find എന്താണ്? നമ്മുടെ an ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. an ഈസ് ഈക്വൽ ടു ഫോർമുല നിങ്ങൾക്കറിയാം, എന്താണ്? 1/l ഇന്റഗ്രൽ -l to l എന്താണ്? f of x cos n pi by l into x dx. ഓക്കെ, നൗ എല്ലിന്റെ വാല്യൂ എല്ലാം കൊടുക്കുന്നു. എല്ലിന്റെ വാല്യൂ 2 ആണ്, 2 എടുക്കുന്നു. ഇന്റഗ്രൽ -2 to 2 ആണ്. f of x cos n pi by 2, എല്ലിന്റെ വാല്യൂ 2 ആണ്, n pi by 2x dx കൊടുത്തു. നൗ നിങ്ങൾക്കറിയാം f of x ന്റെ വാല്യൂ -2 to 0 -kയും 0 to 2 +kയുമാണ്. സോ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇന്റഗ്രൽ -2 to 0 -k into f of x ന് പകരം -k cos n pi by 2 into x dx പ്ലസ് ഇന്റഗ്രൽ 0 to 2 എന്താണ്? f of x ന് പകരം k കൊടുക്കാം, k into cos n pi by 2 into x dx. കഴിഞ്ഞു. കണ്ടല്ലോ? That's it. ഓക്കെ, നൗ ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് നേരെ ഇന്റഗ്രേഷനിലേക്ക് പോവാം.
നിങ്ങൾക്കറിയാം ഇവിടെ കെ കോമൺ ആണ്, ഇവിടെ കെ കോമൺ ആണ്, ഇവിടെ ഒരു മൈനസ് വരും. അപ്പൊ ഞാൻ ഇയാളെ മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് k/2. ഓക്കെ, വെയിറ്റ് മിനിറ്റ്. ഓക്കെ, ഇയാളെ മുഴുവനായി നമുക്ക് പുറത്തേക്ക് എടുക്കാം. k/2. പിന്നെ എന്താണ്, ഇവിടെ മൈനസ് ഉണ്ട്. കോസിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്, സൈൻ ആണ്. സൈൻ n π/2x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് n π/2 ആണ്. അയാളെ വിട്ടു. ലിമിറ്റ് കൊടുക്കുകയാണ്. എന്താണ്, -2 to 0 ലിമിറ്റ് കൊടുത്തു. കണ്ടല്ലോ. ഇനി അടുത്ത് കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്. സൈൻ n π/2x ഡിവൈഡഡ് ബൈ n π/2 ലിമിറ്റ് എന്താണ്, 0 to 2 കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നൗ k/2 പുറത്തേക്ക് ഇട്ടു. n/2 മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, -2/nπ ആകും. -2/nπ. then sin n π/2 into x ലിമിറ്റ് കൊടുക്കണം, കൊടുത്തിട്ടില്ല. -2 to 0. then again ഇയാള് ഡിനോമിനേറ്റർ കിടക്കുന്നു. റെസിപ്രോക്കലായി മുകളിലേക്ക് പോകും. 2/nπ sin n π/2 sin n π/2 x അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 2. ദാറ്റ്സ് ഇറ്റ്. രണ്ട് ടേമിലും 2/nπ കോമൺ ആണ്. 2/nπ കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. പുറത്ത് k/2 ഓൾറെഡി ഉണ്ട്. k/2 ഓൾറെഡി ഉണ്ട്. എന്നിട്ട് 2/nπയും കൂടെ നമ്മൾ കൊടുത്തു. ആൻഡ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതിനുശേഷം ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ സൈൻ എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആകും. മൈനസ് സൈൻ nπ ഇൻറ്റു -2 കൊടുക്കുമല്ലോ. -2ഉം 2ഉം കൂടെ പോകും. അങ്ങനെ -nπ ആകും. അവിടെ -nπ ആകും. പ്ലസ് 2nπ പുറത്തേക്ക് പോയിട്ടുണ്ട്. then we will get sin 2 കൊടുക്കുന്നു. എക്സിന് പകരം sin 2 കൊടുക്കുന്നു. 2ഉം 2ഉം ക്യാൻസൽ ആവും. അതുകൊണ്ട് sin nπ ആകും. മൈനസ് സൈൻ എക്സിന് പകരം 0 കൊടുക്കുന്നു. therefore it will be sin 0. that's it. കഴിഞ്ഞു. ഓക്കെ, ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആവും. ഇവിടെ k/nπ ആകും. അപ്പോൾ an is equal to k/nπ. k/nπ ആകും. ഓക്കെ, k/nπ ആകും. അതിനുശേഷം എന്താണ് നോക്കാം. സൈൻ 0 0 ആണ്. സൈൻ nπ ആണ്. എന്താണ്, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ. സൈനിന്റെ അകത്ത് കൊടുത്താൽ 0 ആണ്. അതുകൊണ്ട് ഇയാളും 0 ആണ്. എഗെയിൻ സൈൻ nπ 0 ആണ്. സൈൻ 0 0 ആണ്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ ടേംസും 0 ആണ്. ഇതിനകത്ത് കിടക്കുന്ന എല്ലാ ടേംസും 0 ആണ്. therefore into 0. therefore an is equal to 0. anന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ a0ഉം 0, an എല്ലാം 0. ans എല്ലാം 0. now we will go to find bn. നമുക്കിനി bn കണ്ടുപിടിക്കാം. അപ്പോൾ bn-ന് വേണ്ട ഫോർമുല എഴുതുന്നു. bn is equal to എന്താണ്, 1/l into integral -l to l f of x sin n π/l into x dx. ആസ് യൂഷ്വൽ എല്ലിന്റെ വാല്യൂ കൊടുക്കുന്നു. എല്ലിന്റെ വാല്യൂ 2 ആണ്. 1/2 ഇന്റഗ്രൽ -2 to 2 f of x sin n π/2 x into dx. n π/2 x into dx. കണ്ടല്ലോ. നമുക്കറിയാം എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പൊ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇന്റഗ്രൽ -2 to 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -k ആണ് into sin n π/2 x dx. now plus 0 to 2 f of x എന്ന് പറയുന്നത് k sin n π/2 into x dx. കണ്ടല്ലോ, കഴിഞ്ഞു. now as usual k കോമൺ ആണ്. k പുറത്തേക്ക് എടുക്കാം. k/2
ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ കെ ഇല്ലാതെ ഇന്റഗ്രേറ്റ് ചെയ്യണം. മൈനസും കൂടെ ഉണ്ട്, അത് ആലോചിക്കണം. സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആകും. അങ്ങനെ കോസ് n പൈ ബൈ 2 ഇൻറ്റു എക്സ്. കോഎഫിഷ്യന്റ് ആയിട്ട് n പൈ ബൈ 2 ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. n പൈ ബൈ 2. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. -2 0. ആൻഡ് നൗ കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്, അതുകൊണ്ട് മൈനസ് ഇടുന്നു. -2 പൈ ബൈ 2 എക്സ്. കോഎഫിഷ്യന്റ് n പൈ ബൈ 2 ആണ്, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. n പൈ ബൈ 2. ലിമിറ്റ്സ് കൊടുക്കുന്നു 0 to 2. ഓക്കെ. n പൈ ബൈ 2 ഡിനോമിനേറ്ററുള്ള n പൈ ബൈ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ എന്താവും? 2 ബൈ n പൈ വെളിയിൽ വരും. അതറിയാം എങ്ങനെയാണെന്ന്. k ബൈ 2 n പൈ ബൈ 2 ഡിനോമിനേറ്ററിലാണ്, അതിന് പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ബൈ n പൈ ആകും. അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് കോമൺ ആയിട്ട്. ദെൻ നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് എന്താണ്? കോസ് n പൈ ബൈ 2 ഇൻറ്റു 0 ആണ്. അപ്പൊ കോസ് 0 മൈനസ് എന്താണ്? -2 കൊടുക്കുന്നു. -2 കൊടുക്കുമ്പോൾ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആകും. അങ്ങനെ ഒരു മൈനസ് മാത്രം ബാക്കിയാവും. അങ്ങനെ കോസ് -n പൈ എന്നാകും. -n പൈ എന്നാകും. മൈനസ് അപ്പർ ലിമിറ്റ് എന്താണ്? 2 കൊടുക്കുന്നു. 2 കൊടുക്കുമ്പോൾ കോസ് n പൈ എന്നാകും. അറിയാലോ, 2ഉം 2ഉം ക്യാൻസൽ ആകും. -0 കൊടുക്കുന്നു. അറിയാം, കോസ് 0. ഓക്കെ. ഈ സെക്ഷനിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. 2ഉം 2ഉം ക്യാൻസൽ ആകുന്നു. k ബൈ n പൈ ആകുന്നു. കോസ് 0യുടെ വാല്യൂ 1 ആണ്. മൈനസ് കോസ് -n പൈ ആണ്. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. കോസ് മൈനസ് തീറ്റ കോസ് തീറ്റ തന്നെയാണ്. അതുകൊണ്ട് കോസ് n പൈ തന്നെ ആകും. കോസ് n പൈ ആൻഡ് മൈനസ് കോസ് n പൈ. പിന്നെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. കോസ് 0 1 ആണ്. പ്ലസ് 1 കണ്ടല്ലോ. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് എന്താണ്? k ബൈ n പൈ 1 പ്ലസ് 1 2. പിന്നെ മൈനസ് കോസ് n പൈ കോസ് n പൈ -2 കോസ് n പൈ. 2 കോമൺ ആയി പുറത്തെടുക്കാം. therefore we will get 2k by n pi into 1 minus cos n pi, and this is your bn. This is your bn. കണ്ടല്ലോ. അപ്പൊ നമുക്ക് കറസ്പോണ്ടിംഗ്ലി bn ന്റെ ഓരോ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. bn ന്റെ ഓരോ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ. നമുക്ക് ആദ്യം b1 കണ്ടുപിടിക്കാം. b1 n-ന് പകരം 1 കൊടുക്കണം. n-ന് പകരം 1 കൊടുക്കണം. അപ്പൊ 2k by n പൈ ആയിരുന്നു. അപ്പൊ 1 into പൈ പൈ ഇൻറ്റു 1 മൈനസ് കോസ് n പൈ ആണ്. കോസ് n പൈ അതായത് പൈ തന്നെ. കോസ് n പൈ അതായത് കോസ് 1 into പൈ ആണ്. കോസ് പൈ തന്നെ. therefore we will get 2k by പൈ into 1 മൈനസ് കോസ് പൈ -1 ആണ്. മൈനസ് ഓഫ് -1. അപ്പൊ 1 മൈനസ് -1 2 ആകും. ഈ 2ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ആകും. അങ്ങനെ 4k by പൈ എന്നാവും. 4k by പൈ b1. now we will go for b2. b2 എന്ന് പറയുന്നത് 2k by n പൈ ആണ്. n പൈ എന്ന് പറയുമ്പോൾ 2 into പൈ. എന്നിട്ട് 1 മൈനസ് കോസ് n പൈ ആണ്, അതായത് 2 into പൈ. കോസ് 2 പൈ 1 ആണ്. അപ്പോൾ 2k by 2 പൈ into 1 മൈനസ് 1, that will be 0. അപ്പോൾ 0 കിട്ടി. b2 0. now we will go for b3. b3 എന്താണ്? 2k by n പൈ. n-ന്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ 3 പൈ ഇൻറ്റു 1 മൈനസ് കോസ് n പൈ. ഇവിടെ 3 ആണ് n, അതുകൊണ്ട് 3 പൈ. ദാറ്റ് ഇസ് 2k by 3 പൈ ഇൻറ്റു 1 മൈനസ് -1. കോസ് 3 പൈ -1 ആണ്. അപ്പോൾ 1 മൈനസ് -1 2 ആകും. ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് 4k by 3 പൈ ആകും. 4k by 3 പൈ. സിമിലർലി നിങ്ങൾക്ക് b4 0 കിട്ടും. b5 എന്ന് പറയുന്നത് 4k by 5 പൈ എന്നാകും. 4k by 5 പൈ എന്നാകും. b6 എന്ന് പറയുന്നത് 0 ആകും. b7 എന്ന് പറയുന്നത് 4k by b7 നിങ്ങൾക്ക് 4k by 7 പൈ ആകും.
and so on. Sorry, and so on. ഇങ്ങനെ നമുക്ക് pnകളെല്ലാം കണ്ടുപിടിക്കാം. Okay, now we will write our Fourier series expansion of the given function. Given function Fourier series expansion നിങ്ങൾക്ക് അറിയാം. f of x is equal to a naught plus summation n equal to 1 to infinity an cos n pi by l into x plus bn sin n pi by l into x. ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. എ നോട്ട് 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നുകളെല്ലാം 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നുകളെല്ലാം 0 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാകുന്നത് ബി എൻ മാത്രമാണ്. ബി എൻ സൈൻ എൻ പൈ ബൈ എൽ എക്സ്, അത് മാത്രമാണ് അല്ലെ. ബി വണ്ണിന്റെ ഫോമിൽ എന്താണ്? ബി വണ്ണ് എന്താണ്? 4k by പൈ. 4k by പൈ ആണ് ബി വണ്ണ് ഇൻറ്റു സൈൻ എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ പൈ ബൈ എൽ ആണ്. എൽ 2 ആണ്. പൈ ബൈ 2 എക്സ് പ്ലസ് എന്താണ്? B2 0 ആണ്. B2 0 ആണ് കേട്ടോ. B2 0 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 0. B3 എന്താണ്? B3 4k by 3 പൈ. 4k by 3 പൈ സൈൻ എന്നിന് പകരം 3 ആണ്. 3 പൈ ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് B4 0 ആണ്. B4 0 ആണ്. ദെൻ അടുത്തുള്ളത് എന്താണ്? 4k by 5 പൈ. അതാണ് നിങ്ങളുടെ B5. 4k by 5 പൈ സൈൻ 5 പൈ ബൈ 2 എക്സ് പ്ലസ് എക്സെട്ര. ഇങ്ങനെ നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫൈനൽ ആൻസർ ഞാൻ ഈ 4k പൈനെ മൊത്തത്തിൽ കോമൺ എടുക്കുകയാണ്. 4k പൈനെ മൊത്തത്തിൽ ഞാൻ കോമൺ എടുക്കും. Then we will get sin pi by 2x plus 1 by 3. 4k പൈ ആണ് കോമൺ എടുത്തത്. 1 by 3 ഇവിടെ ബാക്കി ഉണ്ടാവും. sin 3 pi by 2 into x പ്ലസ് ഇവിടെ 1 by 5 ബാക്കിയുണ്ട്. 1 by 5 sin 5 pi by 2 into x and so on. This is your required Fourier series expansion of the given function. തന്നിട്ടുള്ള ഫംഗ്ഷന്റെ Fourier സീരീസ് എക്സ്പാൻഷൻ ഇതായി. ഓക്കെ, കഴിഞ്ഞു. സിമ്പിൾ ആണ്, ഇച്ചിരി ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കാര്യമായി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ, കാര്യമില്ല. ഓക്കെ, നൗ വി വിൽ ഗോ ഫോർ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ സൈനസോയിഡൽ ക്വസ്റ്റ്യൻ ഇതാണ്. സൈനസോയിഡൽ വോൾട്ടേജ് ഈ സൈൻ ഒമേഗ ടി. വോൾട്ടേജ് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സൈനസോയിഡൽ വോൾട്ടേജ് സൈൻ ഉള്ളത് കൊണ്ടാണ്. സൈനസോയിഡൽ വോൾട്ടേജ് വേർ ടി എന്ന് പറയുന്നത് ടൈമാണ്. ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമാണ്. ഈസ് പാസ്ഡ് ത്രൂ എ ഹാഫ് വേവ് റെക്ടിഫയർ. അതെന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട, ഫിസിക്സ് ആണ്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ കൂടെ നമ്മളൊരു വോൾട്ടേജ് കടത്തി വിടുന്നു. ഇതാണ് വോൾട്ടേജ്. ഇതാണ് വോൾട്ടേജ്. ടി എന്ന് പറയുന്ന ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ദാറ്റ് ക്ലിപ്സ് ദ നെഗറ്റീവ് പോർഷൻ ഓഫ് ദ വേവ്. ഫൈൻഡ് ദ Fourier സീരീസ് ഓഫ് ദ റിസൾട്ടിംഗ് പീരിയോഡിക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഒരു സൈനസോയിഡൽ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ഹാഫ് വേവ് റെക്ടിഫയറിൽ കൂടെ കടത്തിവിടുന്നു. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്ന ഫംഗ്ഷന്റെ അതായത് വോൾട്ടേജിന്റെ എന്താണ്? പീരിയോഡിക്. അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അയാളുടെ Fourier സീരീസ് എഴുതുക. ആ പീരിയോഡിക് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? u of t is equal to 0 if minus l less than t less than 0 and e sin omega t if 0 less than t less than l. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിന് പീരിയഡ് എന്ന് പറയുന്നത് p is equal to 2l is equal to 2 pi by omega എന്ന് തന്നിട്ടുണ്ട്. 2 pi by omega എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും L എന്തായിരിക്കും? L എന്ന് പറയുന്നത് പൈ ബൈ ഒമേഗ ആയിരിക്കും. തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ തലപൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. അബൌട്ട് ദ ഫിസിക്കൽ കൺസെപ്റ്റ്സ് നമ്മൾ ഡോണ്ട് വറി അബൌട്ട് ദ ഫിസിക്കൽ കൺസെപ്റ്റ്സ്. ഇറ്റ്സ് നത്തിങ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ പീരിയോഡിക് ആണ്.
പീരിയോഡിക് ആണ്, അയാളുടെ പീരീഡ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഫൈൻഡ് ഇറ്റ്സ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യത്തിലേക്ക് പോകുന്നു. ആസ് യൂഷ്വൽ എ നോട്ട് എന്താണ്? 1/2L ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എന്താണ്? എഫ് ഓഫ് എക്സ്. സോറി, ഇവിടെ എഫ് ഓഫ് എക്സ് അല്ല, യു ഓഫ് ടി ആണ്, ടിയിലാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ യു ഓഫ് ടി ഡി ടി, യു ഓഫ് ടി ഡി ടി ഫംഗ്ഷൻ ടിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ടി ഇട്ട് എഴുതിയത്, യു ഓഫ് ടി ഡി ടി. അപ്പൊ നേരെ 1/2L, എല്ലിന്റെ വാല്യൂ ഞാൻ മാറ്റി കൊടുക്കുന്നില്ല. നമുക്കറിയാം മൈനസ് എൽ ടു 0 ഒരു വാല്യൂ, 0 ടു എൽ വേറൊരു വാല്യൂ ആണ്. അപ്പൊ ഞാൻ അത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് മൈനസ് എൽ ടു 0 ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് അതേ പറഞ്ഞിട്ടുണ്ട്, 0 ആണ്. മൈനസ് എൽ ടു 0 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ 0 ഡി ടി പ്ലസ് ഇന്റഗ്രൽ 0 ടു എൽ എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ? ഈ സൈൻ ഒമേഗ ടി ഡി ടി. കണ്ടല്ലോ, ഇതാണ് ഫംഗ്ഷന്റെ വാല്യൂ. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇയാള് 0 ആണ്, അത് നിങ്ങൾക്കറിയാം. 1/2L 0 പ്ലസ് ഈ വാല്യൂ, ഈ കോൺസ്റ്റന്റ് ആണ്, ഈ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സൈനിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ്, മൈനസ് കോസ് ഒമേഗ ടി. കോൺസ്റ്റന്റ് ഒമേഗയാണ്, ആ ഒമേഗ ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ലിമിറ്റ് 0 ടു എൽ കഴിഞ്ഞു. 0 ടു എൽ ലിമിറ്റ്. നൗ എന്ത് ചെയ്യുന്നു? 1/2L, ഇയും ഒമേഗയും കോൺസ്റ്റന്റ് ആണ്, ഇയും ഒമേഗയും ഞാൻ പുറത്തേക്ക് ഇട്ടു. പിന്നെന്താണ്? ഒരു മൈനസ് കോസ് ആണല്ലോ, അപ്പൊ ആ മൈനസും കൂടെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് കോസ് ഒമേഗ ടി, അത് നമുക്ക് കോസിന് ലിമിറ്റ് കൊടുക്കാം. എന്താണ്? കോസ് ഒമേഗ അപ്പർ ലിമിറ്റ് മൈനസ് കോസ് ഒമേഗ ഇൻറ്റു 0 ലോവർ ലിമിറ്റ് ആണ് കോസ് 0. കഴിഞ്ഞല്ല? ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളവിടെ വാല്യൂസ് കൊടുക്കുകയാണ്. മൈനസ് 1/2L ഇൻറ്റു ഇ ബൈ ഒമേഗ. കോസ് ഒമേഗയാണ്. എൽ എന്താണ്? എൽ എന്ന് പറയുന്നത് പൈ ബൈ ഒമേഗ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, പൈ ബൈ ഒമേഗ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒമേഗ അവിടെ ക്യാൻസൽ ആവും. മൈനസ് കോസ് 0 കണ്ടല്ലോ. ആൻഡ് ദിസ് വിൽ ബി ലൈക്ക് മൈനസ് ഇ ബൈ 2L ഒമേഗ. കോസ് പൈയുടെ വാല്യൂ എന്താണ്? കോസ് പൈയുടെ വാല്യൂ -1 ആണ്, കോസ് 0 1 ആണ്. കണ്ടല്ലോ, -1 അപ്പോൾ -2 ആകും. ആ മൈനസും കൂടെ ഇത് പ്ലസ് ആകും. 2 2 കൂടെ ക്യാൻസൽ ആകും. വി വിൽ ഗെറ്റ് ഇ ബൈ എൽ ഒമേഗ. കണ്ടല്ലോ. പക്ഷെ വീണ്ടും എല്ലിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ആണ്, അതുകൊണ്ട് ആ വാല്യൂ തിരിച്ചു കൊടുക്കുക. എന്താണ്? പൈ ബൈ ഒമേഗ ആണ് എല്ലിന്റെ വാല്യൂ, ഇൻറ്റു ഒമേഗ ക്യാൻസൽ ആകും. ആൻഡ് ഫൈനൽ ആൻസർ വിൽ ബി ഇ ബൈ പൈ. കണ്ടല്ലോ, ഇ ബൈ പൈ. അതായത് നിങ്ങളുടെ എ നോട്ട് എന്ന് പറയുന്നത് ഇ ബൈ പൈ ആയിരിക്കും. എ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എ നോട്ട് എന്ന് പറയുന്നത് ഇ ബൈ പൈ. സിമ്പിൾ പരിപാടി. ഓക്കെ, അപ്പൊ എ നോട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വി വിൽ ഗോ ഫോർ എ എൻ. അപ്പോൾ എ എൻ കണ്ടുപിടിക്കാൻ പോകുന്നു. എ എന്നിന്റെ ഫോർമുല എഴുതുകയാണ്. എ എൻ എന്ന് പറയുന്നത് 1/L ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ. ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ നമുക്കിവിടെ യു ഓഫ് ടി ആണ് ഫംഗ്ഷൻ. യു ഓഫ് ടി കോസ് എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് ആണ്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ ടിയിലാണ്, അതുകൊണ്ട് ടി 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 ടി. കണ്ടല്ലോ, ചെയ്തു. ഇനി നമുക്ക് നേരെ ഇന്റഗ്രേഷനിലേക്ക് പോകാം. 1/L. ഈ യു ഓഫ് ടി രണ്ട് സ്ഥലത്ത് രണ്ട് വാല്യൂ തരുന്നതുകൊണ്ട് ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ഇന്റഗ്രലിനെ. -L to 0. അവിടെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. 0 ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ ടി ഡി ടി പ്ലസ് ഇനി ഇന്റഗ്രൽ 0 ടു എൽ ആണ്. അവിടെ യു ഓഫ് ടിയുടെ വാല്യൂ ഈ സൈൻ ഒമേഗ ടി ആണ്. സൈൻ ഒമേഗ ടി എടുത്തു. എന്നിട്ട് ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ഡി ടി കഴിഞ്ഞു.
ഫസ്റ്റ് വാല്യൂ 0 ആവുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിനെ 0 ആക്കി എഴുതുകയാണ്. ആദ്യത്തെ വാല്യൂ 0 പ്ലസ് ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, ഈനെ പുറത്തേക്ക് എടുക്കുന്നു. 0 to L സൈൻ എ കോസ് ബിയുടെ എക്സ്പാൻഷൻ കൊടുക്കണം. എന്താണ് സൈൻ എ കോസ് ബിയുടെ എക്സ്പാൻഷൻ കൊടുക്കണം. സൈൻ എ കോസ് ബിയുടെ എക്സ്പാൻഷൻ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സൈൻ എ പ്ലസ് ബി, അതായത് എയുടെ സ്ഥാനത്ത് ഒമേഗ ടി ആണ്, പ്ലസ് ബിയുടെ സ്ഥാനത്ത് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ആണ്, പ്ലസ് സൈൻ എ മൈനസ് ബി എന്താണ്, എയുടെ സ്ഥാനത്ത് ഒമേഗ ടി മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി, ഹോൾ ഡിവൈഡഡ് ബൈ 2 dt. കണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇ ബൈ 2 ഇവിടെ കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കാം. ഇ ബൈ 2L കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇയാള് ഇന്റഗ്രൽ 0 to L സൈൻ ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി, dt പ്ലസ് ഇന്റഗ്രൽ 0 to L സൈൻ ഒമേഗ മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി dt. കണ്ടല്ലോ? ഓക്കെ, അത് കഴിഞ്ഞു. നൗ ദിസ് വിൽ ബി ഇ ബൈ 2L. സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്, അപ്പൊ രണ്ട് സൈഡ് ഒരു മൈനസ് വരൂലേ? മൈനസ് വരും. ഞാൻ ആ മൈനസിനെ ഇവിടെ ഇട്ട് കേട്ടോ, ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. സൈനിനെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ആണ് വരുന്നത്, ഇവിടെയും മൈനസ് കോസ് ആണ് വരുന്നത്. ആ രണ്ട് മൈനസിനെയും കൂടെ ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എഴുതുന്നു കോസ് ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ കോൺസ്റ്റന്റ് ആയിട്ട് വന്നത് എന്താണ്, ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 to L, പ്ലസ് വീണ്ടും കോസ് മൈനസ് പുറത്ത് വന്നിട്ടുണ്ട്, കോസ് ഒമേഗ മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് എൻ പൈ ബൈ എൽ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 to L. കഴിഞ്ഞു. കണ്ടല്ലോ? 0 to L കൊടുത്തു. നൗ എന്താണ്, മൈനസ് ഇ ബൈ 2L എന്താണ്, അതൊന്ന് അറേഞ്ച് ചെയ്തതാണ്. ഇയാളെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എൽ ഒമേഗ പ്ലസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ആവുമല്ലോ. എൽ ഒമേഗ ഡിവൈഡഡ് ബൈ എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ആകും. അപ്പോൾ എന്താണ്, ഞാൻ അത് എഴുതുകയാണ്. കോസ് ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ ഡിവൈഡഡ് ബൈ എൽ ഒമേഗ പ്ലസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ആണല്ലോ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊണ്ട് 0 to L പ്ലസ് എഗെയിൻ ഇവിടെ അത് തന്നെ കോസ് ഒമേഗ മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എന്താണ്, എൽ ഒമേഗ മൈനസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to L. കഴിഞ്ഞു. കണ്ടല്ലോ? നൗ എന്ത് ചെയ്യുന്നു, ഈ ഡിനോമിനേറ്റർ കിടക്കുന്നില്ലേ, ഈ ഫ്രാക്ഷൻ മുകളിലേക്ക് വരുമ്പോൾ എന്താകും, റെസിപ്രോക്കൽ ആകുമല്ലോ. അപ്പൊ അതിന്റെ റെസിപ്രോക്കലും കൂടെ എടുത്ത് എഴുതുകയാണ്. We can go for the next page. Okay, an is equal to എന്താണ്, ഇ ബൈ എൽ മൈനസ് ഇ ബൈ എൽ, ഐ സപ്പോസ് മൈനസ് ഇ ബൈ എൽ ആണല്ലേ, മൈനസ് ഇ ബൈ 2L ആണ്, മൈനസ് ഇ ബൈ 2L ഉണ്ട്, മൈനസ് ഇ ബൈ 2L, then എന്താണ്, എൽ ബൈ റെസിപ്രോക്കൽ എടുക്കുകയാണ്, എൽ ബൈ ഒമേഗ എൽ പ്ലസ് എൻ പൈ, എന്താണ്, കോസ്
ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ, ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ, ലിമിറ്റ് 0 ടു എന്താണ് എൽ, ആൻഡ് അഗെയിൻ എൽ പ്ലസ് എൽ ബൈ ഒമേഗ എൽ മൈനസ് എൻ പൈ എന്താണ് കോസ് ഒമേഗ മൈനസ് എൻ പൈ ബൈ എൽ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ടു എൽ. രണ്ട് ടേമിലും എൽ ഉണ്ട്. ആ എല്ല് പുറത്തേക്ക് എടുത്ത് പുറത്തുള്ള എല്ലുമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് മൈനസ് ഇ ബൈ 2 ആകും. മൈനസ് ഇ ബൈ 2 ആകും. കണ്ടല്ല? പക്ഷെ 1 ബൈ ഒമേഗ എൽ പ്ലസ് എൻ പൈ ഇവിടെ ബാക്കിയുണ്ട്. എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ് എൽ. സോറി, ഇവിടെ ടി ഉണ്ടായിരുന്നു ഇവിടെ രണ്ടിടത്തും കേട്ടോ, വിട്ടുപോയതാണ്. ടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് എൽ കൊടുക്കുന്നു. കോസ് ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ടിക്ക് വരെ 0 കൊടുക്കുമ്പോൾ കോസ് 0, കോസ് 0. കണ്ടല്ല? നൗ അഗെയിൻ എല്ല് പുറത്തേക്ക് കോമൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 ബൈ ഒമേഗ എൽ മൈനസ് എൻ പൈ, പിന്നെ കോസ് ഒമേഗ മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടിക്ക് പകരം എൽ ആണ്, ഇൻറ്റു എൽ, ഇൻറ്റു എൽ മൈനസ് എന്താണ് ടിക്ക് പകരം 0 കൊടുക്കുമ്പോൾ അവിടെ കോസ് 0 ആകും. അവിടെ കോസ് 0 ആകും, കോസ് 0. ഓക്കെ, കോസ് 0 കഴിഞ്ഞു. കണ്ടല്ലോ? ഇനി നമുക്ക് അതൊന്ന് വാല്യൂ എല്ലാം കൊടുത്തൊന്ന് കണ്ടുപിടിച്ചെഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ 2 1 ബൈ ഒമേഗ എൽ പ്ലസ് എൻ പൈ, ഒമേഗ എൽ പ്ലസ് എൻ പൈ, എല്ലിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഒമേഗ എൽ പ്ലസ് എൻ പൈ മൈനസ് കോസ് 0 1 ആണ് 1 പ്ലസ് 1 ബൈ ഒമേഗ എൽ മൈനസ് എൻ പൈ ഇൻറ്റു കോസ് എല്ലിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ എൽ മൈനസ് എൻ പൈ, എൻ പൈ, പിന്നെ എന്താണ് കോസ് 0 ആണ്, അത് 1 ആണ്. കോസ് 0 1 ആണ്. കഴിക്കും. ഓക്കെ, ഇനി നമുക്ക് എല്ലിന്റെ വാല്യൂ കൊടുക്കാം. എൽ എന്ന് പറയുന്നത് പൈ ബൈ ഒമേഗ ആണല്ലോ. ആ വാല്യൂ നമുക്ക് കൊടുക്കാം. മൈനസ് ഇ ബൈ 2, മൈനസ് ഇ ബൈ 2 1 ബൈ ഒമേഗ ഇൻറ്റു പൈ ബൈ ഒമേഗ, എല്ലിന്റെ വാല്യൂ ആണ്, പ്ലസ് എൻ പൈ, പ്ലസ് എൻ പൈ, എന്നിട്ട് കോസ് ഒമേഗ ഇൻറ്റു എല്ലിന് പകരം പൈ ബൈ ഒമേഗ പ്ലസ് എൻ പൈ മൈനസ് 1. ഓക്കെ, പ്ലസ് 1 ബൈ ഒമേഗ ഇൻറ്റു എല്ലിന് പകരം പൈ ബൈ ഒമേഗ മൈനസ് എൻ പൈ ഇൻറ്റു കോസ് എന്താണ് ഒമേഗ ഇൻറ്റു പൈ ബൈ ഒമേഗ മൈനസ് എൻ പൈ ആൻഡ് അഗെയിൻ മൈനസ് 1, അഗെയിൻ മൈനസ് 1. കണ്ടല്ലോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ എല്ലാം ഒന്ന് കൊടുക്കുന്നു. ഒമേഗ ക്യാൻസൽ ഔട്ട് ആകും. ഇവിടെ ഒമേഗ ക്യാൻസൽ ഔട്ട് ആകും. ഇ ബൈ 2 ഹോൾ കോമൺ ആണ്, പുറത്തേക്ക് ഉണ്ടാവും. ഇവിടെ ഒമേഗ ക്യാൻസൽ ആവും. ഇവിടെ ഒമേഗ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് എഴുതുന്നു. മൈനസ് ഇ ബൈ 2 എന്താണ് പൈ പ്ലസ് എൻ പൈ, പൈ പ്ലസ് എൻ പൈ. അപ്പോൾ 1 ബൈ 1 പ്ലസ് എൻ ഇൻറ്റു പൈ. കുഴപ്പമില്ലല്ലോ, പൈ കോമൺ എടുത്താണ്. പൈ പ്ലസ് എൻ പൈ 1 പ്ലസ് 1 ഇൻറ്റു പൈ. പിന്നെ എന്താണ് ഇവിടെ കോസ് പൈ പ്ലസ് എൻ പൈ, പൈ പ്ലസ് എൻ പൈ, അതായത് 1 പ്ലസ് എൻ ഇൻറ്റു പൈ മൈനസ് 1. അവിടെയും പൈ കോമൺ എടുത്താണ്, ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ഇവിടെയും പൈ കോമൺ എടുത്താണ്. ഒമേഗ വെട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ പൈ കോമൺ എടുത്തു. അപ്പോൾ 1 പ്ലസ് എൻ ഇൻറ്റു പൈ മൈനസ് 1 പ്ലസ് ഇവിടെ 1 ബൈ പൈ മൈനസ് എൻ പൈ ആണ്. അപ്പോൾ 1 മൈനസ് എൻ ഇൻറ്റു പൈ, പൈ കോമൺ എടുത്തതാണ്, ദെൻ കോസ് പൈ മൈനസ് എൻ പൈ, അവിടെയും ഞാൻ പൈ കോമൺ എടുക്കുന്നു. 1 മൈനസ് എൻ ഇൻറ്റു പൈ
ആൻഡ് അവിടെ cos 0 ഉണ്ട്. cos 0 അത് ഞാൻ 1 എന്ന് എഴുതിയിട്ടുണ്ട്. 1 കണ്ടല്ലോ. രണ്ട് ടേമിലും 1/π കോമൺ ആണ്. ആ 1/πനെ കൂടെ ഞാൻ പുറത്തെടുത്ത് എഴുതുന്നു. അപ്പോൾ -e/2π -e/2π എന്താണ്? cos 1 + n into π -1 the whole divided by 1 + n plus cos 1 - n into π -1 the whole divided by 1 - n whole divided by 1 - n. കണ്ടല്ലോ, ഇതാണ് നമുക്ക് അവസാനം കിട്ടിയത്. നൗ നെക്സ്റ്റ് പേജിലേക്ക് ലെറ്റ് n be odd. n odd ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അതായത് n is equal to some 2m plus 1. ഓഡ് നമ്പറിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണോ? 2m plus 1 എന്നാണല്ലോ ഓഡ് നമ്പേഴ്സിന്റെ ഫോർമാറ്റ്. അത് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് an എന്താണെന്ന് കാണണം. n എന്ന് പറയുന്നത് 2m plus 1 ആണ്. അതായത് a 2m plus 1. a 2m plus 1. അപ്പൊ n ന്റെ സ്ഥാനത്തല്ല നമുക്ക് 2m plus 1 കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താണ്? -e/2π ഉണ്ട്. അപ്പൊ അത് അതേപോലെ എഴുതുന്നു. -e/2π എന്താണ്? cos n plus 1 into π. അപ്പൊ n ന്റെ സ്ഥാനത്ത് 2m കൊടുക്കുന്നു. 2m plus 1 n ന്റെ സ്ഥാനത്ത് n plus 1 ഉണ്ട്. 1 into π divided by 1 plus n. 1 plus എന്താണ്? n ന്റെ സ്ഥാനത്ത് 2m plus 1 into π ഇല്ല അല്ലേ? അതാണല്ലോ 1 plus n ആണ്. 1 plus n ആണ്. പിന്നെ മുകളിൽ ഒരു -1 കൂടെ ഉണ്ട്. അത് നമ്മൾ മറന്നുപോയി. ഇവിടെ ഒരു -1 കൂടെ ഉണ്ട്. ഓക്കെ, പ്ലസ് പിന്നെ എന്താണ്? cos 1 minus n ആണ്. 1 minus 2m minus 1 2m plus 1 1 minus 2m plus 1 into π minus 1 divided by എന്താണ്? 1 minus n ആണ്. n ന്റെ സ്ഥാനത്ത് 2m plus 1 കഴിഞ്ഞു. കണ്ടല്ലോ. അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. -e/2π എന്താണ്? cos 2m plus 2 into π minus 1 divided by എന്താണ്? 2m plus 2 അല്ലേ? കഴിഞ്ഞു. മൈനസ് എന്താണ്? 1 minus 2m minus 1. അപ്പോൾ 1 minus 1 ക്യാൻസൽ ഔട്ട് ആവും. -2m ആണ്. cos of minus theta cos theta തന്നെയാണ്. അതുകൊണ്ട് മൈനസിനെ പറ്റി നിങ്ങൾ വറി ചെയ്യണ്ട. ദാറ്റ് വിൽ ബി cos 2m into π -1 divided by ഇവിടെ ഒരു മൈനസ് വരും കേട്ടോ. ഇവിടെ 1 minus 2m minus 1 അതുകൊണ്ട് -2m വരും. കണ്ടല്ലോ. Okay, this is even multiple of pi. This is also even multiple of pi. അല്ലേ? even multiple of pi. cos even multiple of pi 1 ആണ്. cos 0 1 ആണ്. cos 2π 1 ആണ്. cos 4π 1 ആണ്. cos 6π 1 ആണ്. എല്ലാം 1 ആണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും 1 ആണ്. ഈ രണ്ട് വാല്യൂ കണ്ടോ? അപ്പോൾ -e/2π into 1 minus 1 by 2m plus 1 2m plus 2 plus 1 minus 1 by -2m. അകത്ത് കിടക്കുന്ന രണ്ട് വാല്യൂ 0 ആണ്. അപ്പോൾ മൊത്തത്തിൽ 0 ആയി. ഓക്കെ, അപ്പോൾ n-ന്റെ സ്ഥാനത്ത് ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ 0 ആയിരിക്കും. അതായത് a1 0 ആണ്, a3 0 ആണ്, a5 0 ആണ്, a5 0 ആണ്, a7 0 ആണ് and so on. a1 a3 a5 a7 are all zeros. അവരെല്ലാവരും 0 ആണ്. ഇനി നമുക്ക് ഈവൻ കൊടുത്തു നോക്കാം. ഈവൻ കൊടുക്കുമ്പോൾ എന്താണ്?
ഞാൻ എടുക്കുകയാണ്. n is equal to ഈവൻ ആണ് 2m. ഈവൻ ആണെന്ന് കാണിക്കാനായിട്ട് 2m എന്ന് എടുത്തു. ഈവൻ ആണെന്ന് കാണിക്കാനായിട്ട് 2m എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എഴുതാം an which is equal to a 2m. n-ന്റെ സ്ഥാനത്തെല്ലാം നമ്മൾ 2m എന്ന് കൊടുക്കണം. which is equal to minus e by 2 pi ഉണ്ട്. minus e by 2 pi എന്തായാലും വെളിയിൽ വരുന്ന കാര്യമാണ്. എന്നിട്ട് cos എന്താണ് n plus 1 into pi, അതായത് n-ന്റെ സ്ഥാനത്ത് 2m, അപ്പോൾ 2m plus 1 into pi minus 1 the whole divided by എന്താണ് n plus 1, അതായത് 2m plus 1 into 2m plus 1 അത്രയേ ഉള്ളൂ. കണ്ടല്ലോ. നൗ അടുത്തെന്താണ് പ്ലസ് cos 1 minus n, അതായത് 1 minus 2m into pi minus 1 divided by എന്താണ് 1 minus n, അതായത് 1 minus 2m. n-ന്റെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ 2m ആണ് കൊടുത്തത്. കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ മൈനസ് ഇ ബൈ 2 പൈ. ഇതെന്താണ് cos into odd multiple of pi ആണ്. cos into odd multiple of pi. odd multiple of cos, odd multiple of pi of cos എന്ന് പറയുന്നത് -1 ആണ്. cos pi minus 1 ആണ്, cos 3 pi minus 1 ആണ്, cos 5 pi minus 1 ആണ്, cos 7 pi minus 1 ആണ്. അപ്പോൾ keeping that in mind, this will be -1, again -1 divided by 2m plus 1. 2m plus 1. Now ഇയാൾ എന്താണ് പ്ലസ് ഇതെന്തായിരിക്കും ഇയാളും എന്താണ് ഓടാണ് അല്ലേ. 1 minus 2m. 2m എന്ന് പറയുന്നത് ഈവൻ ആണ്. 1 മൈനസ് ചെയ്യുമ്പോൾ അത് എന്താണ് നമ്മുടെ ഓഡ് നമ്പറാണ്. അപ്പോൾ കോസ് ഓഫ് ഓഡ് പൈ എന്ന് പറയുന്നത് -1 ആണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇയാളും -1 ഡിവൈഡഡ് ബൈ 1 minus 2m. ഓക്കെ. നൗ എന്താണ് മൈനസ് ഇ ബൈ 2 പൈ -1 -2 ആകും. പിന്നെ 2m എന്ന് പറയുന്നത് ഞാൻ n എന്നാണല്ലോ എടുത്തത്. 2m ഈക്വൽ ടു n എന്നല്ലേ എടുത്തത്. അതൊന്ന് തിരിച്ചു കൊടുക്കുന്നേ. n plus 1 അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2m ഈക്വൽ ടു n എന്ന് എടുത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ പോയിന്റിൽ 2m-ന് പകരം n എന്ന് എഴുതി. അത്രയേ ഉള്ളൂ. പ്ലസ് -1 -2 ഡിവൈഡഡ് ബൈ 1 minus 2m ആണ്. അതുകൊണ്ട് n എഴുതി. -2 രണ്ടിലും കോമൺ ആണ്. -2 രണ്ടിലും കോമൺ ആയതുകൊണ്ട് പുറത്തെടുക്കാം. അത് ഈ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആകും. 2e ഡിവൈഡഡ് ബൈ 2 പൈ. 2e ഡിവൈഡഡ് ബൈ 2 പൈ. കണ്ടല്ലോ. then we will get 1 into n plus 1, 1 by n plus 1, 1 by n plus 1 plus 1 by 1 minus n. 2 and 2 cancel ആയി പോവും. and we will get something like e by pi. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 minus n plus n plus 1 divided by n plus 1 into 1 minus n മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൈനസ് എന്നും പ്ലസ് എന്നും പോകും. ഈ 1 plus 1 2 ആകും. therefore final answer 2e divided by pi into എന്താണ് n plus 1 അല്ലെങ്കിൽ 1 plus n എന്ന് എഴുതുകയാണെ. 1 plus n into 1 minus n. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി എഴുതിയതാണ്. കണ്ടല്ലോ. an എന്ന് പറയുന്നത് n ഈവൻ ആകുമ്പോൾ ഇത് കിട്ടും. n ഓഡ് ആകുമ്പോൾ 0. n ഈവൻ ആകുമ്പോൾ ഇതും ഓഡ് ആകുമ്പോൾ 0യും. അപ്പൊ an-ന്റെ വാല്യൂ ഒന്ന് അടുക്കി എഴുതാം. a1 a3 a5 a7 എല്ലാവരും 0 ആണ്. a2-നെ പറ്റി നോക്കാം. a2 n-ന്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും? 2e by എന്താണ് പൈ ഇൻറ്റു 1 plus 2 3. പിന്നെ എന്താണ് 1 minus 2 minus 1 ആണ്. 1 minus 2 minus 1 ആണ് അല്ലേ. ജസ്റ്റ് സെക്കൻഡ്, ഞാനൊന്ന് വെരിഫൈ ചെയ്തോട്ടെ. ഓക്കെ. Yeah, this is correct. This will be like
മൈനസ് 2e ബൈ എന്താണ് 3π മൈനസ് 2e ബൈ 3π. നൗ വി വിൽ ഗോ ഫോർ a4. അടുത്ത ആളാണല്ലോ, a4 കൊടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 2e ബൈ പൈ ഇൻറ്റു എന്താണ് n+1 ആണ്, അതായത് 1+n. അതെന്ന് പറയുന്നത് എത്ര കിട്ടും? 4 അല്ല 5 കിട്ടും. 5 കിട്ടും. 4 കൊടുക്കുമ്പോൾ 5 കിട്ടും. ദെൻ 1 - 4 ആണ്. 1 - 4 എന്ന് പറയുന്നത് -3 ആണ്. 1 - 4 -3 ആണ്. therefore this will be like -2e by എന്താണ് 3 × 5 × π. 3 × 5 × π കണ്ടല്ലോ. ആൻഡ് സിമിലർലി a6 എന്ന് പറയുന്നത് സിമിലർലി എന്ത് കിട്ടും? -2e by 7 × 5 × π. 7 × π × 5 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതായതാണ് എന്നുകളുടെ ഒരു ഫോമാറ്റ്. അപ്പോൾ n ഓഡ് ആകുമ്പോൾ മൊത്തം 0യും n ഈവൻ ആകുമ്പോൾ ഈ ഒരു പാറ്റേണും അത് ഫോളോ ചെയ്യും. ഓക്കെ, നൗ ഫോർ ദ ബികൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് കേട്ടോ. bnന്റെ ഫോർമുല എന്താണ്? 1/l ഇന്റഗ്രൽ -l to l f of x sin nπ by l into x dx. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ bnന്റെ ഫോർമുല ഇതാണ്. അപ്പോൾ 1/l നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? -l to 0. അവിടെ f of xന്റെ വാല്യൂ നിങ്ങൾക്കറിയാം 0 ആണ്. 0 കൊടുത്തു. ദെൻ എന്താണ്? sin nπ by l into x dx കൊടുത്തു കഴിഞ്ഞു. പ്ലസ് എന്താണ്? ഇനി അടുത്ത ഇന്റഗ്രൽ l to 0 ആണ്. അവിടെ f of xന്റെ വാല്യൂ, സോറി ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് f of x അല്ലല്ലോ u of t അല്ലേ, ഫംഗ്ഷൻ ടിയിലല്ലേ. ആ ഒരു കാര്യം ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി. കുഴപ്പമില്ല, ഒന്ന് നോട്ട് ചെയ്താൽ മതി. വേരിയബിൾ ഒന്ന് മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേരിയബിൾ മാറിയിട്ടുണ്ട്. u of t t dt. ഓക്കെ, t dt. സിമിലർലി ഇതെന്താണ്? ഈ sin omega t sin nπ by l into t dt. Okay, as we discussed earlier, this is 0. അപ്പോൾ എന്താണ്? 1/l 0 പ്ലസ് e എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. നെ ഞാൻ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇന്റഗ്രൽ 0 to l ആണ് കേട്ടോ. ഇന്റഗ്രൽ 0 to l എന്താണ്? sin omega t sin nπ by l into t dt കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇയാളെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. 0 ഒക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, എഴുതാൻ പോവുകയാണ്. അപ്പോൾ e/l പുറത്തേക്ക് വരും. e/l പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇന്റഗ്രൽ 0 to l sin a sin b ആണ്. sin a sin b അയാളെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. sin a sin b ഈക്വൽ ടു cos a minus b, അതായത് cos omega t minus nπ by l into t. cos എന്താണ്? cos a minus b minus cos a plus b cos a plus b, അതായത് omega t plus nπ by l into t. nπ by l into t whole into dt. പിന്നെ ഡിവൈഡഡ് ബൈ 2 കൂടെ ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 കണ്ടല്ലോ. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ 2 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. e/2l കോസിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം. കോസിന്റെ സൈൻ ആണ്. സൈൻ ഒമേഗ ടി മൈനസ് nπ by l t. കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ടി ഞാൻ കോമൺ എടുത്തിട്ടില്ല കേട്ടോ. കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒമേഗ മൈനസ് nπ by l ആണ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഒമേഗ മൈനസ് nπ by l ആണ് കോഎഫിഷ്യന്റ്. സിമിലർലി കോസിന്റെ ഡെറിവേറ്റീവ് വീണ്ടും സൈൻ ആണ്. സൈൻ എന്ന് പറയുമ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് nπ by l into t.
കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ടി കോമൺ എടുക്കുമ്പോൾ നിങ്ങൾ കോഎഫിഷ്യന്റ് കാണാം. കോഎഫിഷ്യന്റ് ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ ആണ്. കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒമേഗ പ്ലസ് എൻ പൈ ബൈ എൽ. ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എന്താണ്? 0 to L. 0 to L ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ല? നൗ നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. എന്താണ്? ഇ ബൈ 2L. ഇയാളെന്ന് പറയുന്ന എൽ ഒമേഗ മൈനസ് എൻ പൈ ആകും. അറിയാലോ, മറ്റേ നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒമേഗ ടി മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഒമേഗ എൽ മൈനസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ആണ്, ഡിവൈഡഡ് ബൈ എൽ മൈനസ് സൈൻ ഒമേഗ ടി മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഒമേഗ എൽ പ്ലസ് എൻ പൈ ഡിവൈഡഡ് ബൈ എൽ ലിമിറ്റ് കൊടുക്കുന്നു 0 to L. ലിമിറ്റ് കൊടുക്കുന്നു 0 to L. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ്, ഈ എൽ ഉണ്ടല്ലോ റെസിപ്രോക്കലായി മുകളിലേക്ക് വരും. ഇവിടെയും എല്ല് റെസിപ്രോക്കലായിട്ട് മുകളിലേക്ക് വരും. ആസ് യൂഷ്വൽ നേരത്തെ സ്റ്റെപ്പിലെ പോലെ എല്ലിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ബി എൻ എന്ന് പറയുന്നത് ഇ ബൈ എൽ ഇൻറ്റു എൽ. ഇ ബൈ എൽ ഇൻറ്റു എൽ പുറത്തേക്ക് വരും. സോറി, 2 ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 2 ഉണ്ട്. സോറി, 2 ഉണ്ട് കേട്ടോ. 2 ഉണ്ട്, അത് പുറത്തേക്ക് വന്നു. ആൻഡ് റിമൈനിങ് വിൽ ബി ലൈക്ക് എന്താണ്? സൈൻ ഒമേഗ ടി മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എന്താണ്? ഒമേഗ എൽ മൈനസ് എൻ പൈ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് എൻ പൈ ബൈ എൽ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ഒമേഗ എൽ പ്ലസ് എൻ പൈ. ലിമിറ്റ് 0 to L. അപ്പോൾ എല്ലും വെട്ടിപ്പോയി. ഇത് ഇ ബൈ 2 ആകും. നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ എൽ ടിക്ക് പകരം ഒമേഗ എൽ മൈനസ് എൻ പൈ ബൈ എല്ല് കൊടുക്കും. ആ എല്ലും ഈ എല്ലും കൂടെ ക്യാൻസൽ ആയി പോവും. അതുകൊണ്ട് ഒമേഗ എൽ മൈനസ് എൻ പൈ ആകും. ടിക്ക് എല്ല് കൊടുക്കുമ്പോഴേ 0 ആകും. ഡിവൈഡഡ് ബൈ ഒമേഗ എൽ മൈനസ് എൻ പൈ. ഇനി അടുത്ത് ടിക്ക് 0 കൊടുക്കുകയാണല്ലോ. ഇനി ടിക്ക് അടുത്ത് 0 കൊടുക്കണം. അപ്പോൾ ഒമേഗ ഇൻറ്റു 0 മൈനസ് എൻ പൈ ബൈ എൽ ഇൻറ്റു 0. അപ്പോൾ സൈൻ 0 ആകും. സൈൻ 0 കഴിഞ്ഞു. ഇനി അടുത്ത് സൈൻ ടിക്ക് വരെ എൽ ആണ്. ഒമേഗ എൽ മൈനസ് എൻ മൈനസ് അല്ല പ്ലസ് എൻ പൈ ബൈ എൽ ഇൻറ്റു എൽ വരും. അത് രണ്ടും കൂടെ ചേർന്നിട്ട് എൻ പൈ മാത്രമാകും. ഓക്കെ. മൈനസ് 0 കൊടുക്കും. സൈൻ ഒമേഗ ടി ഇൻറ്റു 0 പ്ലസ് എൻ പൈ എൽ ഇൻറ്റു 0. അപ്പോൾ സൈൻ 0 ആയിരിക്കും. സൈൻ 0 ഡിവൈഡഡ് ബൈ ഒമേഗ എൽ പ്ലസ് എൻ പൈ. ലിമിറ്റ് കൊടുത്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി അയാളെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? ഇ ബൈ 2 എല്ലിൻ്റെ വാല്യൂ പൈ ബൈ ഒമേഗയാണ് കേട്ടോ. പൈ ബൈ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ ഇൻറ്റു പൈ ബൈ ഒമേഗ മൈനസ് എൻ പൈ. പൈ ബൈ ഒമേഗ മൈനസ് എൻ പൈ. സൈൻ 0 ആണ്, അത് എഴുതുന്നില്ല ഇനി. ഓക്കെ. ഒമേഗ എൽ മൈനസ് എൻ പൈ മൈനസ് പിന്നെ എന്താണ്? സൈൻ, ഞാൻ പറഞ്ഞു എല്ലിൻ്റെ വാല്യൂ പൈ ബൈ ഒമേഗയാണ്, അത് കൊടുക്കുന്നു. പൈ ബൈ ഒമേഗ പ്ലസ് എൻ പൈ. സൈൻ 0 ആണ്, സൈൻ 0 ആണ്, അതും എഴുതുന്നില്ല വീണ്ടും. ഒമേഗ എൽ പ്ലസ് എൻ പൈ. ഒമേഗ ക്യാൻസൽ ആകുന്നു. ഓക്കെ. നൗ എന്താണ് ബാക്കിയാകുന്നത്? ഇ ബൈ 2 സൈൻ എന്താണ്? പൈ കോമൺ എടുക്കുകയാണ്. പൈ ഇൻറ്റു 1 മൈനസ് എൻ ബൈ ഒമേഗ എൽ മൈനസ് എൻ പൈ. മൈനസ് ഇവിടെ പൈ കോമൺ എടുക്കുകയാണ്. സൈൻ പൈ ഇൻറ്റു 1 പ്ലസ് എൻ ഡിവൈഡഡ് ബൈ ഒമേഗ എൽ പ്ലസ് എൻ പൈ. ഓക്കെ.
അപ്പോൾ സൈൻ ഓഫ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ അല്ലെ, ഇത് 1 - n ഒരു ഇന്റിജർ ആയിരിക്കുമല്ലോ, ഇന്റിജർ ഇൻറ്റു പൈ, ഇന്റിജർ ഇൻറ്റു പൈ. സൈൻ ഓഫ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ 0 അല്ലേ, 0 ആണ്. അതായത് ഈ വാല്യൂയും 0 ആണ്. therefore this will be e/2 into 0 which will be equal to 0, which will be equal to 0. അതായത് bnകളെല്ലാം 0 ആണ്, bnകളെല്ലാം 0 ആണ്. Now we will write our Fourier series. ഇനി നമുക്ക് Fourier series എഴുതാം. കണ്ടല്ലോ. അപ്പോൾ ut is equal to u of t is equal to എന്താണ്, e/pi എന്താണ്, e/pi ആദ്യമേ എഴുതണ്ട, a0 എഴുതാം കേട്ടോ. a0 ആണ് e/pi, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും a0 plus summation n is equal to 1 to infinity an cos n pi by l into t plus bn sin n pi by l into t. ഓക്കെ, ഇതില് bnകളെല്ലാം 0 ആണ്. an എന്ന് പറയുന്നത് e/pi ആണ്, e/pi ആണ്. ഈ anകളിൽ ഈവൻ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് a2 cos n-ന് പകരം 2 കൊടുക്കുമ്പോൾ 2 pi by l-ന് പകരം pi by ഒമേഗയാണ് കേട്ടോ, l-ന് പകരം pi by ഒമേഗ into t. a3 0 ആണ്. a4 into cos 4 pi by l-ന് പകരം pi by ഒമേഗ into t. അടുത്ത a5 ഇല്ല, a5 0 ആണ്. a6 into cos എന്താണ് n-ന് പകരം 6 pi by എന്താണ് l-ന് പകരം pi by ഒമേഗ into t and so on. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇയാൾ എന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ e/pi പ്ലസ് a2ന്റെ വാല്യൂ നിങ്ങൾക്കറിയാം. a2ന്റെ വാല്യൂ എന്താണ്, -2/3 മൈനസ് ഓക്കെ, a2ന്റെ വാല്യൂ എന്താണ്, -2/3 പൈ, -2/3 പൈ. കോസ് പൈയും ക്യാൻസൽ ആയി പോവും, ഒമേഗ മുകളിലേക്ക് വരും, അപ്പൊ 2 ഒമേഗ t. നൗ a4 എന്ന് പറയുന്നത് എന്താണ്, -2/5 into 3 into pi into cos, വീണ്ടും പൈയും ക്യാൻസൽ ആവും, ഒമേഗ മുകളിലേക്ക് വരും, അപ്പൊ 4 ഒമേഗ t. വീണ്ടും -2/7 into 5 pi cos 6 ഒമേഗ t minus etc. കണ്ടല്ലോ. ആൻഡ് ദിസ് ഇസ് യുവർ Fourier series. സോറി, ഇവിടെ ഒരു ഇ ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലായിടത്തും ഇ ഉണ്ടായിരുന്നു, അത് മറന്നുപോയതാണ് കേട്ടോ. anകളിലെല്ലാം ഇ ഉണ്ടായിരുന്നേ, മറന്നുപോയതാണേ. അല്ല, an-ന്റെ ഫോമുല അതല്ലേ കണ്ടുപിടിച്ചത്, an-ന്റെ ഫോമുല അല്ലെ, അതാ e/pi ഉണ്ട്, ഈ വിട്ടുപോയതാണേ. അപ്പൊ ഇ ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഫൈനൽ ആൻസർ ഒന്നുകൂടെ നമുക്ക് വൃത്തിയായിട്ട് എഴുതാം. എന്താണ്, e/pi കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ e/pi കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും, 1 മൈനസ് 2/3 cos 2 ഒമേഗ t, പിന്നെ എന്താണ്, -2/5 into 3 cos 4 ഒമേഗ t minus 2/7 into 5 cos 6 omega t minus etc. And this is your answer. Correct.